വാർത്തകളിലേക്ക്. ലേക്ക് ഷോർ അവയവദാന കേസിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഉടുമ്പൻചോല സ്വദേശി എബിനോട് ആശുപത്രികൾ ചെയ്ത ക്രൂരത വെളിവാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടത്തിന് പോലും പര്യാപ്തമല്ലാത്ത വിധം ഹൃദയം വികൃതമാക്കപ്പെട്ടു. അപകടശേഷം 3 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടും എബിന്റെ തലച്ചോറിൽ അകത്തും പുറത്തുമായി 120 മില്ലിഗ്രാം രക്തം കെട്ടിക്കിടന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അവയവങ്ങൾ നീക്കം ചെയ്തതെന്നും അവയവമാറ്റ രേഖകൾ പോസ്റ്റ്മോർട്ടം സമയത്ത് പോലീസ് ഹാജരാക്കിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. അപകടത്തിന് തൊട്ടു പിന്നാലെ ആശുപത്രിയിലെത്തിച്ചു. 3 ദിവസം ചികിത്സ നൽകിയെങ്കിലും തലച്ചോറിലെ ആന്തരിക രക്തസ്രാവം നീക്കാൻ പോലും ആശുപത്രികൾ ശ്രമിച്ചില്ലെന്ന ഗുരുതര കണ്ടെത്തലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. തലച്ചോറിന് പുറത്ത് 40 മില്ലിലിറ്റർ രക്തവും തലച്ചോറിനുള്ളിൽ 80 മില്ലിലിറ്റർ രക്തവും കട്ടപിടിച്ചു കിടക്കുന്നു. തലയ്ക്ക് ക്ഷതമേൽക്കുന്ന അപകടങ്ങളിൽ ചെയ്യുന്ന പ്രാഥമിക ചികിത്സാക്രമം 2 ആശുപത്രികളും നടത്താത്തത് ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയാത്ത വിധം ഹൃദയം വികൃതമാക്കപ്പെട്ടിരുന്നു. ഇതിലെ ദുരൂഹതയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിരൽ ചൂണ്ടുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് വൃക്കയും കരളും അടക്കമുള്ള അവയവങ്ങൾ നീക്കം ചെയ്തതെന്നും അവയവമാറ്റ രേഖകൾ പോസ്റ്റ്മോർട്ടം സമയത്ത് ഹാജരാക്കിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ മരണകാരണം വ്യക്തമാക്കാതെയാണ് റിപ്പോർട്ട് അവസാനിപ്പിച്ചത്. എന്നാൽ ഇക്കാര്യങ്ങൾ മറന്ന് കേസ് അവസാനിപ്പിക്കാനായി 1 വർഷത്തിനുള്ളിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതും അമ്പരപ്പിക്കുന്നു. റിപ്പോർട്ട് സമർപ്പിക്കും മുമ്പ് പോലീസ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ ഡോക്ടർ പി സഞ്ജയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നുമില്ല. ന്യൂസ് 18 കൊച്ചി. അവയവദാന വിവാദത്തിൽ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് യുവമോർച്ചയുടെ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ലാത്തിവീശി, പ്രവർത്തകർക്ക് പരിക്കേറ്റു.